ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അധിക പേരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ തലയിലുള്ളൊരു പിക്ചറിനെ പറ്റിയിട്ടാണ്. പലരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കണേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് പാട്, അത് വിൽക്കാൻ എളുപ്പമെന്നാണ് പലരും തെറ്റിദ്ധാരണ. തുടക്കത്തിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകളാണ് ഈ മിസ്റ്റേക്ക് അധികവും വരുത്തുന്നത്. അവരുടെ വിചാരം അവരാ പ്രൊഡക്റ്റ് അവരുടെ കയ്യിലെത്തേണ്ട ഒരു താമസം, ബാക്കി എല്ലാ കാര്യങ്ങളും എളുപ്പമായി എന്നാണ്. അതുകൊണ്ടാണ് യൂട്യൂബിലെ അധിക വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റ് ഐഡിയാസ്, ഇന്ന പ്രൊഡക്റ്റ് എവിടെ കിട്ടും, ഒരു പ്രത്യേക പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാം, ഹോൾസെയിൽ റേറ്റിന് എവിടെ കിട്ടും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അധിക ആളുകളുടെയും തലയിലുള്ളൊരു കൺസേൺ, പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർ. എന്നാൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതൊരു ബിസിനസ്സുകാരുടെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ അവർ പറയും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനല്ല പാട്, അത് വിറ്റ് തീർക്കാനാണ് പാട്, സെയിലാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ബിസിനസ്സിലെ പാർട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്ക സമയത്ത് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ബിസിനസ്സിൽ ആ പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ അതെങ്ങനെയെങ്കിലും വിൽക്കാനുള്ള മാർഗം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ആ മാർഗം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോണ പ്രോബ്ലം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തേക്കണമെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്കിൽ നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബ്രാൻഡ്, ലോഗോ, പാക്കേജിങ്, അതേപോലെ ലൈസൻസ്, രജിസ്ട്രേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം സെയിൽ നടക്കണില്ല. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് കുറച്ച് വാങ്ങിക്കും, ഫാമിലി വാങ്ങിക്കും, അവരുടെ പരിചയത്തിലുള്ള 3-4 പേര് വാങ്ങിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബേസിൻ്റെ അപ്പുറത്തേക്ക് കസ്റ്റമർ വളരണില്ല. ആ തുടക്ക സമയത്തുണ്ടായ കുറച്ച് സെയിൽ മാത്രമായിട്ട് അവർ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ വരും. ഇത് അധിക ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിറ്റഴിക്കാനാണ് ഏറ്റവും പാട്. പ്രൊഡക്റ്റ് നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ പ്രത്യേക പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണ രീതി എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കുക. ഇത് വിൽക്കാനാണ് ഏറ്റവും പാട്. വിൽക്കണമെങ്കിൽ നിങ്ങൾ സെയിൽസും മാർക്കറ്റിങ്ങും പഠിക്കണം. ആദ്യത്തെ പ്രോസസ്സാണ് ഒരു ബിസിനസ്സിൽ, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ആദ്യത്തെ പരിപാടിയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ പല വീഡിയോസിലും വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 1.5 കൊല്ലമായിട്ട് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങളുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട്, ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കസ്റ്റമർ വന്നില്ലെങ്കിൽ സ്ട്രഗിളായിരിക്കും. കസ്റ്റമർ വന്നില്ലെങ്കിൽ തുടക്ക സമയത്ത് നിങ്ങൾക്കുണ്ടായ ആവേശം എല്ലാം ചോർന്നു പോവുകയും ചെയ്യും. ബിസിനസ് നല്ല രീതിയിൽ സ്ട്രഗിളായിരിക്കും. പലരും ബിസിനസ് സ്റ്റോപ്പ് ചെയ്യണതിൻ്റെ റീസൺ അതാണ്. നിങ്ങൾ പരാജയപ്പെട്ട എല്ലാ ബിസിനസ്സുകളും എടുത്ത് പഠിച്ചു നോക്കിക്കും. ഒരു 99% ബിസിനസ്സുകൾക്കും നല്ല പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റും സർവീസൊക്കെ അവർ ഓക്കെ ആയിരുന്നു, എന്നിട്ടും പൊട്ടി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതാണ് കാരണം. മാർക്കറ്റിംഗ് അറിയില്ല. ഇവർക്ക് ഇതിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇവർക്കിത് കത്തി തുടങ്ങിയത്. ഇത് കത്തി തുടങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഇവരുടെ ഫണ്ടൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഫണ്ട് റൈസ് ചെയ്യാനോ വേറെ അവരുടെ സേവിങ്സിൽ നിന്ന് എടുത്ത് ഇറക്കാൻ ഇവർക്കൊരു പേടി വരും മനസ്സിൽ. അങ്ങനെ ഈ പേടിയുള്ളത് കൊണ്ട് അവർ പിന്നീട് ബിസിനസ്സിലേക്കേ വരില്ല. അവർ വേറെ ജോലിക്കോ എന്തെങ്കിലും അവർ മുമ്പ് എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ്. ഏതെല്ലാം മാർഗത്തിലൂടെ എനിക്ക് വേണ്ട കസ്റ്റമറെ കണ്ടെത്താം, ഓൺലൈനിലൂടെ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, ഓഫ്ലൈനിലൂടെ എങ്ങനെ കണ്ടെത്താം. മാർക്കറ്റിംഗ് ബിസിനസ്സിലൊരു ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ്. ഒരു തുടക്കക്കാരനായിട്ടുള്ള സംരംഭകൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിന്തിക്കേണ്ടത് എങ്ങനെ എനിക്ക് വേണ്ട കസ്റ്റമറെ കണ്ടെത്താം, എങ്ങനെ എൻ്റെ സെയിൽ വർദ്ധിപ്പിക്കാം എന്നാണ്. ഈ 2 ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ബാക്കിയുള്ള എല്ലാത്തിനെയും പറ്റി പഠിക്കും. ബാക്കിയുള്ള എല്ലാത്തിനും അവർ ടൈമും മണിയൊക്കെ സ്പെൻഡ് ചെയ്യും. ഇതിന് സ്പെൻഡ് ചെയ്യൂല. ഇത് വലിയൊരു അബദ്ധമാണ്. നിങ്ങൾ പല എക്സ്പേർട്ടുകളായിട്ട് നടക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അവർ പറയണത് ഈ പ്രൊഡക്റ്റ് മേക്കിങ്ങിനെ പറ്റിയിട്ടാണ്, ലൈസൻസുകളെ പറ്റിയിട്ടാണ്, ലോഗോനെ പറ്റിയിട്ടാണ്. ലോഗോയുടെ കളർ ഒരു പ്രത്യേക രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സെയിൽ കൂടും എന്നൊക്കെ പറയണവരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മാർക്കറ്റിംഗ് കസ്റ്റമറെ കണ്ടെത്തിയില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ സ്ട്രഗിളായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്ക സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ബേസ്ഡോ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ കസ്റ്റമറെ കണ്ടെത്താൻ നിങ്ങൾ അതിൻ്റെ പാരലായിട്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ സ്ട്രഗിളായിരിക്കും. അതായത് ഇപ്പം നിങ്ങളൊരു സർവീസ് ബേസ്ഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്നു. അപ്പോൾ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മാർക്കറ്റിങ്ങും പഠിക്കണം.
ഇവിടെ ഒരുപാട് ഗ്രാഫിക് ഡിസൈനേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അവരൊന്നും ക്ലയൻസിനെ കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ളത് ടെക്നിക്കൽ സ്കില്ലാണ്. ടെക്നിക്കൽ സ്കില്ല് വേറെ, ബിസിനസ് സ്കില്ല് വേറെ. ഒരു പാചകം നല്ല രീതിയിൽ അറിയാവുന്നത് കൊണ്ട് അയാൾക്ക് റെസ്റ്റോറൻറ്റ് നടത്തി വിജയിപ്പിക്കാൻ സാധിച്ചോളണമെന്നില്ല. റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ സ്കില്ലാണ് പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പാചകം ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിൻ്റെ അകത്ത് ആളെ വരുത്താനും അവരെ റിപ്പീറ്റഡായിട്ട് നിങ്ങളുടെ കസ്റ്റമർ റിപ്പീറ്റഡ് ബിസിനസ് കിട്ടണമെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കൂടിയേ തീരൂ. ഈ രണ്ട് വിഷയത്തിലുള്ള നോളജ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം, അല്ലെങ്കിൽ സ്ട്രഗിളിലായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിംഗ് പഠിക്കുക. ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളും അതിൻ്റെ പാരലായിട്ട് പഠിക്കുക. ഞാനീ പറയുന്നത് നിങ്ങൾ വലിയ രീതിയിൽ മുഖവിലക്ക് എടുക്കാതെ ജസ്റ്റ് ആ പ്രൊഡക്റ്റ് നിങ്ങളെ രക്ഷിക്കും എന്നുള്ള വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോ. കാരണം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോണ 6-7 മാസം കഴിഞ്ഞ് ഫേസ് ചെയ്യാൻ പോണ സ്ട്രഗിളിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കസ്റ്റമറെ കിട്ടാതെ നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. കസ്റ്റമർ വന്നില്ലെങ്കിൽ സെയിൽ നടക്കില്ല, സെയിൽ നടന്നില്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് ഫ്ലോ ഡെഡാവും. ക്യാഷ് ഫ്ലോ ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റാതെ ബിസിനസ് അടച്ച് പൂട്ടേണ്ടതായിട്ട് വരും, സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കസ്റ്റമറെ കൊണ്ടുവരാനുള്ള, ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരാനുള്ള പ്രോബ്ലം ആദ്യം സോൾവ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് വന്ന ഇൻകം കൊണ്ട് സോൾവ് ചെയ്യുക. ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബിസിനസ്. ഈ ചിന്തയാണ് നിങ്ങളുടെ തലയിൽ വേണ്ടത്, അല്ലെങ്കിൽ സ്ട്രഗിളായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.